ഈ കാണുന്ന പ്ലെയിൻ ഇത് 434 ദിവസം സ്പേസിൽ കറങ്ങിയിട്ട് തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. മുമ്പൊരിക്കൽ ഇതുപോലെ 780 ദിവസം അഥവാ 2.5 വർഷത്തോളം ഇത് ഭൂമിയെ ചുറ്റിപ്പറന്നു. പക്ഷേ എന്തിനായിരുന്നു ഈ യാത്ര എന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ മിഷൻ ലോഗ്സോ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളോ ഇതെല്ലാം കംപ്ലീറ്റ് രഹസ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരും. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളൊക്കെ എന്തിനാണ് ഇങ്ങനെ ബഹിരാകാശത്തേക്ക് പോയി അപ്രത്യക്ഷമാകുന്ന വിമാനങ്ങൾ ഉണ്ടാക്കി വിക്ഷേപിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം മനുഷ്യനെ ചന്ദ്രനിലിറക്കിയ അപ്പോളോ പ്രോഗ്രാമില്ലേ, ആ മൊത്തം പ്രോഗ്രാമിലെ എല്ലാ യാത്രികർ കൂടി സ്പേസിൽ ചിലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഈ ഒരൊറ്റ റോബോട്ടിക് പ്ലെയിൻ ഒറ്റയ്ക്ക് സ്പേസിൽ കഴിഞ്ഞിട്ടുണ്ട്. സംശയം വേണ്ട, നമ്മുടെ തലയ്ക്ക് മുകളിൽ ആരും അറിയാതെ എന്തൊക്കെയോ വലുത് സംഭവിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, നമ്മൾ ചിന്തിക്കും നമുക്ക് ആയിരക്കണക്കിന് സാറ്റലൈറ്റുകളില്ലേ, അതിൽ തന്നെ ചാരപ്രവർത്തിക്കും കമ്മ്യൂണിക്കേഷനും എല്ലാത്തിനും സാറ്റലൈറ്റ്സ് ഇല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പുലിവാല്? ഇതിൻ്റെ ഉത്തരം ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ പറയാം. ഒരു സാധാരണ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് സ്പൈ സാറ്റലൈറ്റ് ആണെങ്കിൽ പോലും അതൊരു KSRTC ബസ് പോലെയാണ്. അതിനൊരു ഫിക്സഡ് റൂട്ടുണ്ട്. അതിൻ്റെ ഓർബിറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. താഴെ ഭൂമിയിലിരിക്കുന്ന മിലിറ്ററി അനലിസ്റ്റുകൾക്ക് അതിൻ്റെ ടൈം ടേബിൾ വരെ അറിയാം. അത് എപ്പോൾ തലയ്ക്ക് മുകളിലൂടെ പോകുമെന്നും എപ്പോഴാണ് തങ്ങളുടെ രഹസ്യ നീക്കങ്ങൾ നടത്താൻ സേഫ് എന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഒരു സ്പേസ് പ്ലെയിൻ അങ്ങനെയല്ല. അതൊരു ബസ്സൊന്നുമല്ല, അതൊരു കാറാണ്. അതിന് സ്വന്തമായി എൻജിനും ഇന്ധനവുമുണ്ട്. ഇഷ്ടം പോലെ ലൈൻ മാറാം, ഓർബിറ്റ് മാറാം, സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം. സംശയമുള്ളൊരു സ്ഥലത്തിന് മുകളിൽ കുറേ നേരം ഇങ്ങനെ കറങ്ങി നിൽക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനം, എപ്പോൾ വേണമെങ്കിലും ഹൈവേയിൽ നിന്ന് എക്സിറ്റ് എടുത്ത് വീട്ടിലേക്ക്, അതായത് സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് തിരികെ വരാമെന്നുള്ളതാണ്. ഈ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവം ഉണ്ടല്ലോ, അതുതന്നെയാണ് കളത്തിൽ കളിയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തുടക്കം അമേരിക്കയുടെ X-37Bയിൽ നിന്നാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു റോബോട്ടിക് പ്ലെയിൻ. ഒറ്റ നോട്ടത്തിൽ സ്പേസ് ഷട്ടിലിൻ്റെ ഒരു കുഞ്ഞൻ റോബോട്ടിക് വെർഷൻ. നാസയുടെ ഒരു ചെറിയ കോൺസെപ്റ്റായിട്ട് തുടങ്ങിയ സാധനം പെട്ടെന്ന് തന്നെ പെൻറ്റഗൻ്റെ കീഴിലുള്ള ഡാർപ്പ ഏറ്റെടുത്തു. ഇന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അമേരിക്കയുടെ സ്പേസ് ഫോഴ്സാണ്. എന്ന് വെച്ചാൽ ഇതൊരു മിലിറ്ററി സാധനമാണ്, പക്ക മിലിറ്ററി അസറ്റ്. ഇതുവരെ ഇതിൻ്റെ പല യാത്രകളും കൂട്ടിയാൽ 3700 ദിവസത്തിൽ കൂടുതൽ ഈ ഒരു വസ്തു മാത്രം സ്പേസിൽ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 10 വർഷത്തോളം. വെറും 2 വിമാനങ്ങൾ വെച്ച് 10 വർഷത്തെ ക്ലാസിഫൈഡ് ആക്ടിവിറ്റിയാണ് അമേരിക്ക ബഹിരാകാശത്ത് നടത്തിയിരിക്കുന്നത്. കാണാനൊരു SUVയുടെ വലിപ്പേ ഉള്ളൂ, പക്ഷേ യഥാർത്ഥ രഹസ്യം അതിൻ്റെ പേലോഡ് ബേ, അതായത് സാധനങ്ങൾ വയ്ക്കുന്ന അറയ്ക്കുള്ളിലാണ്. ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ ബെഡിൻ്റെ വലിപ്പത്തിലുള്ള ആ സ്ഥലത്ത് എന്താണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇതുവരെയും ആർക്കും അറിയാത്ത രഹസ്യമാണ്. അപ്പോൾ ഇത്ര ചെറിയൊരു വാഹനം എന്തിന് 2.5 വർഷം ഒറ്റയടിക്ക് സ്പേസിൽ നിൽക്കുന്നു? ഇതൊരു ചാരനാണോ, അതോ സാറ്റലൈറ്റുകളെ വിന്യസിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണോ? അതായത് അതിൻ്റെ ബേയിൽ മറ്റ് സാറ്റലൈറ്റുകളെ ആരും അറിയാതെ വെച്ചിട്ട് സ്പേസിൽ എത്തിക്കാനുള്ളതാണോ? അല്ലെങ്കിൽ അതിലും അപകടകാരിയായിട്ടുള്ള മറ്റെന്തെങ്കിലും പരീക്ഷണം അമേരിക്ക നടത്തുന്നുണ്ടോ? നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ വർഷങ്ങളായിട്ടുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു, അമേരിക്കയ്ക്ക് മാത്രമാണോ ഈ കഴിവുള്ളത് എന്നുള്ളത്. 2020 ഇതിന് നമുക്ക് ഉത്തരം കിട്ടി. ചൈന അവരുടെ സ്വന്തം സീക്രട്ട് സ്പേസ് പ്ലെയിൻ വിക്ഷേപിച്ചു. ഷെൻലോങ് എന്നായിരുന്നു അതിൻ്റെ പേര്, അഥവാ ദിവ്യനായ വ്യാളി. ഒഫീഷ്യൽ ഫൂട്ടേജ് ഒന്നും ഈ ഒരു അമേരിക്കൻ ചാരനെ പോലെ കിട്ടിയിട്ടൊന്നുമില്ല. ഒരു ചെറിയ പ്രസ് റിലീസ് വന്നു, പിന്നെ കട്ട സൈലൻസ്. പക്ഷേ ലോകമെമ്പാടുമുള്ള അമച്വർ സാറ്റലൈറ്റ് ട്രാക്കർമാർ, അതായത് നമുക്കിപ്പോൾ ഒരു നല്ല സാറ്റലൈറ്റ് ട്രാക്കിംഗ് മെഷീൻ കിട്ടിയാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കില്ലേ, അതേപോലെ ഒഫീഷ്യലൊന്നും അല്ലാത്ത സാധാരണ പാഷന് വേണ്ടി സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ അവരുടെ ടെലസ്കോപ്പുകൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഇത് കണ്ടെത്താൻ കഴിഞ്ഞു. അവർ ഞെട്ടിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ ഒരു സ്പേസ് പ്ലെയിൻ്റെ യാത്രക്കിടയിൽ അതിൻ്റെ ഓർബിറ്റ് ഏകദേശം 90 കിലോമീറ്ററോളം തനിയെ മാറുന്നുണ്ട്. വെറുതെ തന്നി മാറിയതല്ല, മനഃപൂർവ്വം അതിൻ്റെ എൻജിൻ ഉപയോഗിച്ച് നടത്തിയ ഒരു പവർഫുൾ മൂവ്മെൻ്റ് ആയിരുന്നു അത്. അതോടെ X-37Bയുടെ അതേ കഴിവുകൾ തങ്ങൾക്കുമുണ്ട് എന്ന് ചൈന ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയായിരുന്നു. അമേരിക്കയുടെ കുത്തക അതോടെ തീർന്നു. അങ്ങനെയാണെങ്കിൽ 2 രാജ്യങ്ങൾക്കും ഇഷ്ടം പോലെ രഹസ്യ ദൗത്യങ്ങൾ നടത്താൻ കഴിയുമെങ്കിൽ അത് ബഹിരാകാശത്ത് ഒരു പുതിയ നിഴൽ യുദ്ധത്തിൻ്റെ, ഒരു ശീതയുദ്ധത്തിൻ്റെ തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഈ കളി അത്ര പുതിയതൊന്നുമല്ല. ഇതിൻ്റെ പ്രേതം പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ ഉള്ളതാണ്. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ സ്പേസ് ഷട്ടിലിനെ സോവിയറ്റ് യൂണിയന് ഭയങ്കര പേടിയായിരുന്നു. അത് തങ്ങളുടെ സാറ്റലൈറ്റുകളെ പിടിച്ചുകൊണ്ടു പോകാനോ നശിപ്പിക്കാനോ ഉള്ള ആയുധമായിട്ടാണ് സോവിയറ്റ് യൂണിയൻ കണ്ടത്. അതിന് മറുപടിയായിട്ട് അവർ സ്പൈറൽ പ്രോജക്റ്റ് പോലെ സ്വന്തമായി സ്പേസ് പ്ലെയിനുകളെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അവസാനം ബുറാൻ എന്ന് പറയുന്ന ഭീമാകാരനായ ഒരു ഷട്ടിൽ സോവിയറ്റ് യൂണിയൻ്റെ വെർഷനായിട്ടുണ്ടാക്കി. ഈ ബുറാൻ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് കാണിച്ചത്. 1988 അതിൻ്റെ ഒരേ ഒരു യാത്രയിൽ അത് പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി ലോഞ്ച് ചെയ്യുകയും ഭൂമിയെ 2 വട്ടം കറങ്ങി ഒരു റൺവേയിൽ തനിയെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. സ്പേസ് എക്സ് ഒക്കെ തന്നെ ഓട്ടോ പൈലറ്റ് ലാൻഡിംഗ് നടത്തുന്നതിനും
പതിറ്റാണ്ടുകൾക്ക് മുമ്പാണിത് സംഭവിച്ചത്. പക്ഷേ സോവിയറ്റ് യൂണിയൻ തകർന്നു പോയപ്പോൾ ആ പ്രോഗ്രാമൊക്കെ നിന്നുപോയി. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ പൂർണ്ണ രൂപത്തിലുള്ള പ്ലെയിനൊക്കെ പൊടി പിടിച്ച് ഹാങ്ങറുകളിൽ കിടക്കുകയും അത് തകർന്നു വീണ് നശിക്കുന്നതിൻ്റെ ഫോട്ടോയൊക്കെ ഓൺലൈനിൽ കിട്ടും. പക്ഷേ ആ ഒരു ആശയം, ഒരു മിലിറ്ററി സ്പേസ് പ്ലെയിൻ എന്ന് പറയുന്ന സ്വപ്നം, അതന്ന് മരിച്ചിരുന്നില്ല. അതും അതിൻ്റെ ടെക്നോളജിയും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ വളരുന്നതും കാത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ സമയം വന്നിരിക്കുന്നു. എങ്കിൽ ശരിക്കും എന്താണ് ഈ മെഷീനുകൾ അവിടെ ചെയ്യുന്നത്, ആകാശത്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 3 ഹൈപ്പോത്തിസിസുകളാണുള്ളത്. ഒന്ന്, പെർഫെക്റ്റ് സ്പൈയിങ്. നമ്മൾ പറഞ്ഞ പോലെ ഓർബിറ്റ് മാറ്റാനുള്ള കഴിവ് ഇതിനെ ഒരു പ്രവചിക്കാൻ പറ്റാത്ത ചാരനാക്കി മാറ്റുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് വരുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുക. വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു സ്പൈ സാറ്റലൈറ്റ് 270 കിലോമീറ്റർ ഉയരത്തിലാണ് പറക്കുന്നതെങ്കിൽ ഈ സ്പേസ് പ്ലെയിന് അതിൻ്റെ എഞ്ചിൻ ഉപയോഗിച്ച് സഡനായിട്ടൊരു 10-20 കിലോമീറ്റർ താഴേക്ക് വന്ന് കൂടുതൽ ക്ലാരിറ്റിയുള്ള റെസല്യൂഷനുള്ള ഫോട്ടോസുകൾ എടുക്കാൻ പറ്റും. 1 മീറ്റർ വലിപ്പമുള്ള വസ്തുവിനെ കാണുന്നതിൽ നിന്നും 20 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള വസ്തുക്കളെ വരെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ അർജൻറ്റായിട്ടൊരു മാന്യൂവറിങ് ഇതിന് നടത്താൻ പറ്റും. അപ്പോൾ ചൈനയുടെ ഒരു സ്പേസ് പ്ലെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഇന്ത്യയിലൊരു സ്ഥലത്തൊരു പ്രത്യേക സാധനം കാണുന്നു. അപ്പോൾ ആ സ്പേസ് പ്ലെയിൻ അതിൻ്റെ ചിത്രം കൃത്യമായി എടുക്കാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് കുറച്ചുകൂടി അടുത്തേക്ക് വന്നതിൻ്റെ ചിത്രം എടുക്കാൻ സാധിച്ചേക്കാം. ശത്രു രാജ്യത്തിൻ്റെ സാറ്റലൈറ്റിൻ്റെ പുറകെ ആരും കാണാതെ പോയി അതിൻ്റെ ആൻറ്റിനെയും ടെക്നോളജിയെയും കുറിച്ച് പഠിക്കാനും അതിൻ്റെ സിഗ്നലുകൾ പിടിച്ചെടുത്ത് അനലൈസ് ചെയ്യാനും ഒക്കെ തന്നെ ചിലപ്പോൾ സ്പേസ് പ്ലെയിന് സാധിക്കുന്നുണ്ടാകാം. രണ്ടാമത്തെ കാര്യം, രഹസ്യമായ ഒരു വിന്യാസമാണ്. ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ഒരു പബ്ലിക് ഈവൻ്റാണ്. ലോകം മുഴുവൻ അതറിയും, ലൈവ് പോകും. എന്താണ് നിങ്ങൾ സ്പേസിലേക്ക് അയക്കുന്നത് എന്ന് പുറത്ത് പറയേണ്ടി വരും. പക്ഷേ സ്പേസ് പ്ലെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് നൽകുന്നു. ഒരു റോക്കറ്റിൽ സ്പേസ് പ്ലെയിൻ അയക്കുന്നു എന്നേ ഉള്ളൂ. ആ സ്പേസ് പ്ലെയിൻ അകത്തുള്ള ബേയിൽ ഏത് സാറ്റലൈറ്റുകളാണ് ഇരിക്കുന്നത്, ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നൊന്നും പുറം ലോകത്തിനോട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഓർബിറ്റിൽ വെച്ച് ആരും കാണാതെ അതിനെ പുറത്ത് വിടാം. അല്ലെങ്കിൽ സ്പേസിൽ ആൾറെഡി കറങ്ങുന്ന സ്പൈ സാറ്റലൈറ്റുകളെ പിടിച്ചെടുത്തിട്ട് അതിന് അപ്ഗ്രഡേഷൻ വരുത്താം, അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. സോ ഇവിടെ ലോഞ്ച് അനൗൺസ്മെൻറ്റുകളൊന്നുമില്ല, ട്രാക്കിംഗ് നമ്പറില്ല. നിങ്ങളുടെ എതിരാളി അറിയാതെ കളിക്കളത്തിലെ ഒരു പുതിയ കരി വയ്ക്കുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ സംഭവിക്കുക. മൂന്നാമത്തേതും ഏറ്റവും പേടിപ്പെടുത്തുന്നതുമായ തിയറി എന്ന് പറയുന്നത് ആൻറ്റി സാറ്റലൈറ്റ് വെപ്പണാണ്. 2007 ചൈന പരസ്യമായിട്ടൊരു മിസൈൽ ഉപയോഗിച്ച് അവരുടെ തന്നെ ഒരു സാറ്റലൈറ്റ് ആകാശത്ത് വെച്ച് തകർത്തിരുന്നു. അതിൻ്റെ ആഘാതം ഭയങ്കര ഭീകരമായിരുന്നു. ആ ഒരൊറ്റ സംഭവം കൊണ്ട് 3000-ലധികം ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന അവശിഷ്ടങ്ങൾ സ്പേസിൽ ചിന്നിച്ചിതറി. ഈ കെസ്ലർ സിൻഡ്രോം എന്ന് പറയുന്നത് അതാണ്. അതായത് സ്പേസിലുള്ള വേസ്റ്റുകളെല്ലാം കൂടെ ഇങ്ങനെ ചിന്നിച്ചിതറി വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് കെസ്ലർ സിൻഡ്രോം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും മറ്റു വസ്തുക്കളിൽ പോയിരിക്കും, അതും വീണ്ടും ചിന്നിച്ചിതറും. അങ്ങനെ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾക്ക് ഏകദേശം മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന് ആ ഒരു ട്രാക്കിൽ നിലനിൽക്കാൻ പറ്റൂ. സോ അതിലുള്ള ഓരോ കഷ്ണവും ഓരോ വെടിയുണ്ട പോലെയാണ്. ഗ്രാവിറ്റി സിനിമയിൽ നമ്മൾ കണ്ടില്ലേ, ആദ്യ ഭാഗത്ത് കുറേ വസ്തുക്കൾ ചിന്നിച്ചിതറുമ്പോൾ പോകുന്ന വേഗത, അതുപോലെയാണ് ഓരോ വസ്തുക്കളും സഞ്ചരിക്കുന്നത്, ഒരു മുട്ടുസൂചി പോലും. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ സാറ്റലൈറ്റുകൾക്കും ഇത്തരത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിളുകൾ ഒരു ഭീഷണിയാണ്. എന്നാൽ ഒരു സീ പ്ലെയിൻ ചെയ്യുന്നത് കുറച്ചുകൂടി ക്ലീനായ ഒരു ആയുധം പരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മിസൈൽ വിട്ട് ഒരു സാറ്റലൈറ്റിനെ, ശത്രു സാറ്റലൈറ്റിനെ ചിന്നിച്ചിതറി നശിപ്പിക്കുന്നതിന് പകരം ഒരു റോബോട്ടിക് കൈ ഉപയോഗിച്ച് ശത്രുവിൻ്റെ സാറ്റലൈറ്റിനെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുത്ത് അവരുടെ ബേയിലാക്കി പരിശോധിക്കാനോ, അതുമല്ലെങ്കിൽ ഒരു ഹൈ പവർ മൈക്രോവേവ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഇലക്ട്രോണിക്സിനെ നശിപ്പിച്ച് കളയാനോ കഴിയുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സയൻസ് ഫിക്ഷനിൽ മാത്രമേ നമുക്കറിയാവൂ, പക്ഷേ അത് മുകളിൽ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ശത്രുരാജ്യത്തിന് അറിയുക പോലുമില്ല ഇത്തരത്തിലുള്ളൊരു സ്പേസ് പ്ലെയിനാണ് അവരുടെ സാറ്റലൈറ്റുകളെ നശിപ്പിച്ചതെന്ന്. മാത്രമല്ല അത് തകർന്നു പോയതിൻ്റെ ഒരു അവശിഷ്ടവും കണ്ടെത്താനും കഴിയില്ല. പെട്ടെന്ന് അവരുടെ ഒരു സാറ്റലൈറ്റ് അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിച്ചു. നിശബ്ദമായി ആര് ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരാക്രമണമാണ് അങ്ങനെ ചെയ്യാൻ കഴിയുക. ഇതുകൊണ്ടാണ് സ്പേസ് പ്ലെയിനുകൾ ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്. നമ്മുടെ ഇന്നത്തെ ലോകം മുഴുവൻ ഓടുന്നത് സാറ്റലൈറ്റുകളുടെ ഒരു നേർത്ത വലയിലാണ്, അതായത് GPS. ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം നോക്കിയാലും, കാലാവസ്ഥ പ്രവചനം നോക്കിയാലും, വിമാന നിയന്ത്രണം നോക്കിയാലും, നമ്മുടെ എല്ലാം ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നോക്കിയാൽ അതിനെയൊക്കെ ആശ്രയിക്കുന്നത് GPS സാറ്റലൈറ്റ് നെറ്റ്വർക്കാണ്. അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ വിടുന്ന ഗ്ലോനാസ്, നമ്മുടെയൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ള നാവിക് പോലെയുള്ള പല മെത്തേഡുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിനെ ഓഫാക്കിയാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സാറ്റലൈറ്റുകൾക്ക് കംപ്ലൈൻറ്റ് വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ആഴ്ചകളൊന്നും എടുക്കില്ല, മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റ് തകരും, പല വാഹനങ്ങളുടെയും ദിശ മാറിപ്പോകും, പല ഉപകരണങ്ങളും സ്റ്റക്കാകും, ATMകൾ പോലും പ്രവർത്തിക്കില്ല, കപ്പലുകൾ വഴിതെറ്റി നിൽക്കും, പവർ ഗ്രിഡുകൾ തകരാറിലാകും. അപ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കിയ ഈ ലോകം വളരെ ദുർബലമായ ചില സാറ്റലൈറ്റുകളുടെ പ്രവർത്തനം എന്ന് പറയുന്ന നൂൽപ്പാലത്തിലാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് ഏതെങ്കിലും രാജ്യം രഹസ്യമായി വിക്ഷേപിക്കുന്ന സ്പേസ് പ്ലെയിനുകൾ സയൻസ് പരീക്ഷണങ്ങൾ മാത്രമല്ല, അത് ഓരോ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് ഉയർത്തുന്ന വെല്ലുവിളികളും മുന്നറിയിപ്പുകളുമാണ് എന്നുള്ളതാണ് വാസ്തവം. ബഹിരാകാശത്ത് നടക്കുന്ന ഒരു പുതിയ ശീതയുദ്ധത്തിൻ്റെ നിശബ്ദമായ ആധുനികമായ ആയുധങ്ങൾ. നമ്മൾ വിചാരിക്കും യുദ്ധം തുടങ്ങുന്നത് ടാങ്കുകൾ അതിർത്തി കടക്കുമ്പോഴോ അല്ലെങ്കിൽ സൈനികർ അതിർത്തിയിൽ വിന്യസിക്കുമ്പോഴോ മിസൈലുകൾ വർഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴോ ആണെന്ന്. പക്ഷേ അടുത്ത ലോക മഹായുദ്ധം ഒരുപക്ഷെ തീരുമാനിക്കപ്പെടുന്നത് സ്പേസിലായിരിക്കും. ഇവിടെ ഭൂമിയിൽ നമ്മൾ ആരും അറിയുന്നതിന് മുൻപ് തന്നെ അതൊക്കെ സംഭവിക്കുകയും ചിലപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാതിരിക്കുകയും ചെയ്യാം. ഈ തലയ്ക്ക് മുകളിലൂടെയുള്ള നിശബ്ദ യുദ്ധം സത്യത്തിൽ നിങ്ങളെ ഞെട്ടിച്ചെങ്കിൽ, എല്ലാ ദിവസവും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നടക്കുന്ന അദൃശ്യമായ മറ്റൊരു പോരാട്ടത്തെക്കുറിച്ച് കേട്ടാൽ നിങ്ങൾ അതിലും ഞെട്ടും. സാധാരണ വിമാനങ്ങൾ ജെറ്റ് സ്ട്രീം എന്ന് വിളിക്കുന്ന അതിശക്തമായ കാറ്റിൻ്റെ നദികളോട് എങ്ങനെയാണ് പോരാടുന്നത് എന്നറിയാമോ? അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നതും അന്തരീക്ഷത്തിൻ്റെ ചലനവുമെല്ലാം വിമാനത്തിൻ്റെ യാത്രയെ സ്വാധീനിക്കുന്നുണ്ടോ? ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മണിക്കൂറിൽ 100-300 കിലോമീറ്റർ അധികം വേഗത്തിൽ വീശുന്ന കാറ്റിനോട് 200 ടൺ ഭാരമുള്ളൊരു വിമാനം യുദ്ധം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാകും. നന്ദി.